അയ്യൂബ് അലൈഹിസ്സലാം. സുഖസൗകര്യങ്ങളിൽ സന്തുഷ്ടനായി കഴിഞ്ഞ 70 വർഷങ്ങൾ. പെട്ടെന്നൊരു ദിവസം തനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ ഓരോന്നായി അല്ലാഹു സുബ്ഹാനഹു വ തആല അയ്യൂബ് നബിയിൽ നിന്നും തിരിച്ചെടുക്കാൻ തുടങ്ങി. തൻ്റെ സമ്പത്ത്, ധനം, മക്കൾ, എന്തിനേറെ സ്വന്തം ആരോഗ്യം പോലും അയ്യൂബ് നബിയിൽ നിന്ന് അല്ലാഹു തിരിച്ചെടുത്തു. മാരകമായ രോഗം പിടിപെട്ട് കിടപ്പിലായ അയ്യൂബ് നബിയുടെ അവസ്ഥ കണ്ട് സഹിക്കാൻ പറ്റാതെ സ്വന്തം ഭാര്യ അള്ളാഹുവിനോട് വേവലാതി പറയാൻ തുടങ്ങിയപ്പോൾ അയ്യൂബ് നബി അലൈഹിസ്സലാം പറഞ്ഞൊരു കാര്യമുണ്ട്. 70 വർഷത്തോളം നമ്മൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ആസ്വദിച്ച് ജീവിച്ചില്ലേ? എന്നിട്ടിപ്പോൾ പടച്ചവൻ ചെറുതായി ഒന്ന് പരീക്ഷിച്ചപ്പോൾ തന്നെ നമ്മളിങ്ങനെ വേവലാതികൾ പറയുന്നത് ശരിയല്ല. മറിച്ച് ക്ഷമയോടെ കാത്തിരിക്കുക. അള്ളാഹു നമ്മളെ കാണുന്നുണ്ട്. ശരീരം ഒന്ന് ചലിപ്പിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലും അയ്യൂബ് നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചത് ഒരു രോഗം എന്നെ ചെറുതായി ഒന്ന് സ്പർശിച്ചിരിക്കുന്നു അല്ലാഹ് എന്ന് മാത്രമാണ്. വിനയത്തിൻ്റെ അങ്ങേ തലത്തിൽ നിന്നുള്ള ഈ ഒരു പ്രാർത്ഥന കേട്ടിട്ടാവണം അല്ലാഹു സുബ്ഹാനഹു വ തആല അയ്യൂബ് നബിക്ക് ഉത്തരം നൽകി. ഉർഖുദ് ബിരിജ്ലിക് ഹാദാ മുഗ്തസലുൻ ബാരിദുൻ വശറാബ്. പടച്ചവന്റെ കൽപ്പനയിൽ അയ്യൂബ് നബിയുടെ കാൽപാദത്തിൽ നിന്നും ഒരു ഉറവ വരികയും ആ വെള്ളത്തിൽ ശരീരം കഴുകുകയും ചെയ്തതോടുകൂടി തനിക്കുണ്ടായിരുന്ന രോഗം ശിഫയാവുകയും പതിയെ പതിയെ തനിക്ക് നഷ്ടപ്പെട്ടതൊക്കെയും അതിൻ്റെ 2 ഇരട്ടിയായി അല്ലാഹു സുബ്ഹാനഹു വ തആല അയ്യൂബ് നബിക്ക് തിരിച്ചു നൽകുകയും ചെയ്തു. ചെറിയ ചെറിയ പ്രയാസങ്ങൾ വരുമ്പോൾ തന്നെ പ്രതീക്ഷ നഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ അയ്യൂബ് നബി അലൈഹിസ്സലാം പറഞ്ഞ കാര്യം വീണ്ടും ഓർക്കുക. ക്ഷമയോടെ